ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായണം ബാലകാവ്യം. അഭിഷേക വിഘ്നം. രാമൻ തന്നഭിഷേക വൃത്താന്തങ്ങൾ കേട്ട് സാകേതപുരിയാകെ കോൾമയിർ കൊണ്ടപ്പോൾ സാരസാനനരാകും രാജപത്നിമാരും ആനന്ദതുന്തിലരായി വസിച്ചു. നാനാജഗദഭിരാമൻ തൻ വൃത്താന്തം നാഗലോകത്തെ നടുക്കിക്ഷണം തന്നെ നാൻമുഖപുത്രിയാം ഭാരതിക്കരികെ ആരൂഢഖേദത്താൽ ചെന്നവരോധി. രാമൻ ദശരഥനന്ദനായി ഭൂമിയിൽ വന്നത് ദേവകാര്യാർത്ഥം. രാവണൻ തന്നെ കൊല ചെയ്ത സത്വരം ഭൂമി തന്നാമയം പോക്കുവാനായി. കേകയസുതയാകും ദശരഥജായതൻ സവിധത്തിൽ വാഴുന്ന ദാസി മന്ധരതൻ നാവിൽ വസിച്ച ക്ഷേളവാക്കുകളോതി രാമാഭിഷേകം മുടക്കേണം നീ. എത്രയും സൽക്കാര്യമാണെന്ന് ചിന്തിച്ച് സൽവൃത്തയാം വാഗ്ദേവി എത്തിയ അയോധ്യയിൽ വക്രയും കുബ്ജയുമായ മന്ധരതൻ ജിഹ്വയിൽ നിവസിച്ചു ദേവകാര്യാർത്ഥം. കൈകേയി തന്നെ പ്രാസാദത്തിൽ ചെന്ന് പ്രാകൃത ഭാഷയിൽ ഭത്സനം ചെയ്ത് കേകയപുത്രിയിൽ നഞ്ഞു നിറച്ച് വാഗ്ദാനം ചെയ്യിപ്പിച്ചാളഞ്ജസാ തന്നെ. സാകേതപുരിയുടെ അധിപതിയായി നിൻസുതനാകും ഭരതകുമാരനെ തന്നെ അഭിലാഷം സാധിക്കാൻ നീ ക്രോധാകാരം പൂകയെന്നുര ചെയ്തു ദാസി. മന്ധരതൻ വാക്യം മാനിച്ചു കൈകേയി അന്ധചിത്തയായി അനാലങ്കൃതയായി സങ്കോചമെന്നേ ക്രോധാകാരം പൂണ്ട് നിസ്സംഗയായി അങ്കണേ വീണുകിടന്നു. പങ്ക്തിസ്യന്തനൻ തൻ പത്നിയെ ദർശിക്കാൻ അന്തഃപുരം തന്നിലാഗമിച്ചപ്പോൾ അങ്കണം തന്നിൽ ശയിക്കുന്ന അങ്കനയെ കണ്ട് വിഭ്രമം പൂണ്ടങ്ങു നിന്നു. എന്തെന്ത് കാരണം പങ്കജലോചനെ ഈ അങ്കണം തന്നിലെ അന്ധകാരത്തിൽ തുംഗസങ്കടത്താൽ വീണ് കിടക്കുവാൻ? സംഗതി എന്തെന്ന് ചൊല്ലൂ മടിയാതെ. ഭർത്താവിൻ വാക്കുകൾ ഇത്തം ശ്രവിച്ചപ്പോൾ അപ്രിയം ഭാവിച്ചങ്ങുത്ഥാനവും ചെയ്ത് ചിത്തസമുന്നതി വർദ്ധിപ്പിച്ച് ദേവി തൻ ഭർത്താവിനോടിത്തം ജൽപ്പനം ചെയ്തു. പണ്ട് സുരാസുരയുദ്ധമുണ്ടായപ്പോൾ ഛിന്നമായി നിന്റെ രഥത്തിന്റെ കീലം അന്നേരം നിന്റെ പ്രാണരക്ഷാർത്ഥം കീലരന്ധ്രത്തിൽ ഞാനെന്നും എന്നങ്കുലീയം വെച്ചു. പണ്ടു സുരാസുരയുദ്ധമുണ്ടായപ്പോൾ ഛിന്നമായി നിന്റെ രഥത്തിന്റെ കീലം അന്നേരം നിന്റെ പ്രാണരക്ഷാർത്ഥം കീലരന്ധ്രത്തിൽ ഞാൻ എന്നങ്കുലീയം വെച്ചു. അന്നു ഭവാൻ എന്നോടാരൂഢദോഷത്താൽ ചോദിക്ക രണ്ടു വരമെന്ന് പിന്നെ മതിയെന്ന് ചൊല്ലിയന്നേരം ഞാൻ ഇന്നെനിക്കേകണം ദ്വന്ദ്വരങ്ങൾ. സാകേതപുരിയുടെ അധിപതിയായി മമ തനയനെ തന്നെ വാഴിക്കയെന്നും 7 വർഷം കാനന മധ്യേ രാമൻ മരുവേണമെന്നും അർത്ഥിക്കുന്നു ഞാൻ. ഇത്തം പറഞ്ഞ കളത്രത്തിൻ ചാരെ ചിത്തഭ്രമം പൂണ്ടു വീണ അരജൻ ദുഃഖം സഹിയാതെ മണ്ണിലിരുന്ന് നിസ്ത്രപം കേണു കേണു നിരങ്ങി. വിച്ഛിന്നാഭിഷേകം. പിറ്റേന്ന് അംശുമാൻ ഉച്ചസ്ഥനായപ്പോൾ കൊട്ടാരം തന്നെ ലരജനെ കാണാഞ്ഞ് വിഭ്രമം പൂണ്ട സജീവൻ സുമന്ത്രർ സത്വരം ചോദിച്ചു കൈകേയിയോട്,
എത്രയും വേഭതുഭാവം ഗ്രസിച്ച് പൃഥ്വിയിൽ വീണു കിടന്നായ രജനെ ഉത്ഥാനം ചെയ്യിച്ചു മന്ത്രിയും അപ്പോൾ ദുഃഖത്താൽ ചോദിച്ചു കൈകേയിയോട്, യാമിനി തന്നിൽ നിദ്രയില്ലാതെ ഭൂമിപതി ദുഃഖം പേർത്തു കിടന്നേൻ. രാമനെ ചിന്തിച്ചങ്ങാകുലനാകയാൽ രാമൻ തൻ സാമീപ്യം കാക്ഷിപ്പൂ രാജൻ. ഇങ്ങനെ കൈകേയി ചൊന്നതു കേട്ട് ചെന്നു സജീവൻ രാമസവിധേരെ ചൊന്നു, ജനകന്റെ താപനിദാനം എന്തെന്നറിയേണം വൈകാതെ തന്നെ. രാമനതു കേട്ടു വേപതു പൂണ്ട് വേഗേന ചെന്നു താത സവിധേ തൻ പ്രാണപ്രിയനാകും തനയനെ കണ്ട് ശോകാശ്രുതോവേ രാജരാജേന്ദ്രൻ. രാജപത്നിയായ കേകയപുത്രി രാജരാജേന്ദ്രൻ തൻ ദുഃഖനിദാനം രാമനോടോതിയിട്ടിങ്ങനെ ചൊല്ലി, നിൻ താതൻ തൻ സത്യം നീ പാലിക്ക വേണം.